ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു പുതുമയുള്ള ഒരു പുതിയ വീടിൻ്റെ വീഡിയോസാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ വീട് തൃശ്ശൂർ നടത്തറ റൂട്ടിൽ, നടത്തറ ആ സിഗ്നലിൻ്റെ അവിടുന്ന്, ഹൈവേ NH ആ സിഗ്നലിൻ്റെ അവിടുന്ന് വെറും 1 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. ജസ്റ്റ് ആ സിഗ്നലിൻ്റെ അവിടുന്ന് വെറും 1 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. 5,300 സെൻറ്റ് സ്ഥലത്ത് 2,300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. വീടിൻ്റെ മുൻവശത്തായിട്ട് നല്ല വീതി കൂടിയ ടാറിംഗ് റോഡ് തന്നെയാണ്. രണ്ട് സൈഡിലും ധാരാളം വീടുകളും അതുപോലെ ടാറിംഗ് റോഡും നല്ല വീതി കൂടിയ ടാറിംഗ് റോഡ് തന്നെയാണ് ഇവിടെ മുൻവശത്തായിട്ട് ഉള്ളത്. ബസ് റൂട്ടിൽ നിന്ന് വെറും ഒരു 100 മീറ്റർ അല്ലെങ്കിൽ 150 മീറ്റർ അത്ര അടുത്താണ് ബസ് റൂട്ടിൽ നിന്ന് ഈ വീട് നിൽക്കുന്നത്. നടത്തറ ജംഗ്ഷനിൽ നിന്ന് ഒരു 1 കിലോമീറ്ററോളം ദൂരം. നല്ലൊരു വീതി കൂടിയ സ്ലൈഡിംഗ് ഗേറ്റ് ആണ് ഇവിടെ മുൻവശത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാം നല്ലൊരു വീതി കൂടിയ ഒരു സ്ലൈഡിംഗ് ഗേറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് ഫോൾഡിംഗ് ഗേറ്റ്, 3 പാളി മടക്കി വെക്കാവുന്ന തരത്തിലൊരു ഫോൾഡിംഗ് ഗേറ്റും ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നു. മുകൾ വശത്ത് നമുക്ക് കാണാം ഒരു റെയിലിൻ്റെ കൂടെ ട്രസ് കൂടെ തള്ളാവുന്ന രീതിയിലാണ് മുകളിലാണ് ഇതിൻ്റെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാം ഒരു റെയില് മുകൾ വശത്താണ് ട്രസ് മാതിരി റെയിൽ കൊടുത്തിരിക്കുന്നത്. ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ റെയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ കാണുന്ന ഭാഗങ്ങളിലെല്ലാം ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് നമുക്ക് വർക്കെല്ലാം ഫിനിഷ് ചെയ്ത് തരും. അവിടെ പോളിഷ് ചെയ്തിട്ട് കയ്യിലെ കട്ടയൊക്കെ. അതുപോലെ കാർ പോർച്ച് സെപ്പറേറ്റ് ഒരു പോർച്ച് നമ്മളിവിടെ ഷീറ്റ് കൊണ്ട് ചെയ്തിട്ടുണ്ട്. വലിയൊരു ഇന്നോവ പോലുള്ള വലിയൊരു വാഹനം നമുക്ക് ഈ പോർച്ചിലായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ മുൻവശത്തായിട്ട് തന്നെ കൊടുത്തിരിക്കും സെപ്പറേറ്റ്. അതുപോലെ ചെറിയ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ 2 വാഹനങ്ങൾ, ഒരു വാഹനം ഈ ഭാഗത്തേക്കും നമുക്ക് അങ്ങോട്ട് നീളത്തിൽ ഈ ഭാഗത്തും വലിയൊരു വാഹനം പോലെ ഇവിടെയും പാർക്ക് ചെയ്യാം. കിണർ ഈ സൈഡിലായിട്ട് ഒതുക്കി, അതായത് താഴ്ത്തിയിട്ടാണ് ഒരു ഇരുമ്പിൻ്റെ ഒരു ഡോറ് മാതിരി മുകൾ വശത്തും കൊടുത്തിട്ടുണ്ട്. ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. നമുക്ക് വെള്ളം കാണാം, ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണിത്. അതുപോലെ പ്രളയകാലത്തൊന്നും വെള്ളം കയറാത്ത ഒരു ഭാഗമാണ് ഈ നടത്തറോട് ചേർന്നുള്ള ഭാഗങ്ങൾ. ഇത് കട്ട ഈ ഭാഗത്ത് ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇരുമ്പ് മുകളിൽ വെക്കാവുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തത്. ഇപ്പോൾ വലിയൊരു ഭാഗം നമുക്ക് ഈ ഭാഗത്തും പാർക്ക് ചെയ്യാം. അതുപോലെ സൈഡ് ഭാഗത്തും മൊത്തം കട്ട വിരിച്ചിട്ടുണ്ട്, 2 സൈഡിലും. ബാക്ക് സൈഡിലും പിന്നെ അവിടെ വരുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. നല്ലൊരു വെറൈറ്റി എലിവേഷനോട് കൂടിയാണ് ഈ വീട് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. നല്ലൊരു പുതുമയുള്ള ഒരു വീടാണിത്. നമുക്ക് മുകൾ വശത്തൊക്കെ പോകുമ്പോൾ കാണാവുന്ന രീതിയാണത്. അവിടെ പോകുമ്പോൾ കാണാം ഒരു വീതി കൂടിയ സിറ്റ് ഔട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. കാണാം ഗ്രാനൈറ്റിലാണ് ബോർഡർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ 2 പാളി തേക്ക് വുഡിലാണ് ഡബിൾ പാളി ഡോറോട് കൂടി ഇതിൻ്റെ ഫ്രണ്ട് ഡോറ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കയറി വരുന്ന ഒരു ലിവിങ് ഹാളാണിത്. വലിയ ടൈല്, നീളം കൂടിയ വലിയ വീതിയും നീളം കൂടിയ ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ലിവിങ്ങളിൽ നല്ലൊരു മൾട്ടിവുഡിലുള്ള ഒരു TV യൂണിറ്റും മുകൾ വശത്തായിട്ട് ഹോൾ സീലിംഗ് വർക്കും ധാരാളം കൊടുത്തിരിക്കുന്നു. അതുപോലെ നമ്മൾ ഒരു ആർച്ച് കോഡോട് കൂടിയാണ് നമ്മൾ ലിവിങ് ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെയും വീതി കൂടി ടൈല് തന്നെയാണ് അപ്പോക്സിലൂടെ കൊടുത്തിരിക്കുന്നത്. നല്ല വീതി കൂടി ടൈല് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയും നല്ല മനോഹരമായ രീതിയിലാണ് ഇവിടെ ഹോൾ സീലിംഗ് വർക്കുകളും അതും വാം ലൈറ്റോട് കൂടി ഇവിടെ കൊടുത്തിരിക്കുന്നു. വാം ലൈറ്റുകളും ഹാങ്ങിങ് ബൾബും ധാരാളം ബൾബുകളും ഹാങ്ങിങ് ബൾബുകളും അതുപോലെ കളർ പെയിൻറ്റിങ്ങുകളും മൾട്ടിവുഡുകളും ഒക്കെ നല്ല വെറൈറ്റി രീതിയിലാണ് ഇവിടെ ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് 2,300 സ്ക്വയർ ഫീറ്റോളം ഈ വീട് വരുന്നുണ്ട്. ഒരു സൈഡിലായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കിലെ ചെയ്തിട്ടുള്ളൊരു മനോഹരമായ പെയിൻറ്റിങ് വർക്കാണിത്.
അതിനോട് ചേർന്നിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. തേക്കൂട്ടിലാണ് ഇതിൻ്റെ ഡോറും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് ഇവിടെയും, വീതി കൂടി ടൈൽ തന്നെയാണ് എല്ലാ ഭാഗങ്ങളിലും മൊത്തം അടിഭാഗത്തും മുകൾ ഭാഗത്തും കൊടുത്തിരിക്കുന്നത്. ഫുൾ ലെങ്ത് ഗ്ലാസ് ഡോറാണ് ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഒരു സൈഡിൽ ടെസ്റ്റ് വർക്ക്, നല്ല രീതിയിലുള്ള കളർ പെയിൻറ്റിംഗ് കൊണ്ട്, അത് എപ്പോഴും കളർ മാറ്റാവുന്ന രീതിയിലുള്ള ടെസ്റ്റ് വർക്കുകളാണ്. ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടിയാണ് ഫുൾ കബോർഡ് വർക്കോടുകൂടി ഒരു അലമാരി വർക്ക് കൂടെ കൊടുത്തിരിക്കുന്നത്. തൊട്ട് ചേർന്നിട്ട് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് കാണാം. സെറ എന്ന കമ്പനിയുടെ മെറ്റീരിയലാണ് ബാത്റൂം ഫിറ്റിങ്സിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ ടൈൽസ് വർക്ക് അതിൽ നല്ല വീതി കൂടി ടൈൽ തന്നെയാണ് ഇവിടെ വാൾ ടൈലായിട്ടും കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം തുടങ്ങുന്നത് ഈ ഡൈനിങ് ഹാളിൽ തന്നെയാണ്. അത് വീതി കൂടി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് കേട്ടോ. 4 ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആണ്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ടെസ്റ്റ് വർക്ക് കാണാം. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ടെസ്റ്റ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നല്ല ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിരിക്കുന്നു. ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടിയാണ് എല്ലാ 4 ബെഡ്റൂമുകളിലും അലമാരി വർക്ക് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം. സെറ എന്ന കമ്പനിയുടെ മെറ്റീരിയലാണ് എല്ലാ ബാത്റൂമുകളിലും ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയറിന് അടിഭാഗത്തുള്ള അറ്റാച്ച്ഡ് ബാത്റൂമാണ്. വലിയൊരു ഡൈനിങ് ഹാൾ തന്നെയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഹാളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ അതിനോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ കിച്ചൺ, ഒരു നല്ല സ്പേസസോട് കൂടിയിട്ടുള്ള ഒരു കിച്ചണാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് മൾട്ടിവുഡ് തന്നെ. ധാരാളം ഹാങ്ങിങ് ബൾബുകളും LED ബൾബുകളും നല്ല മനോഹരമായ ഒരു കിച്ചണാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാം നല്ല മനോഹരമായ രീതിയിലുള്ള ടൈൽസ് വർക്കുകൾ. അതുപോലെ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും കാണാം. മുകൾ വശത്തും അടിഭാഗത്തും ധാരാളം കബോർഡ് വർക്കുകളും ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെയും ഹോൾ സീലിംഗ് വർക്ക് നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടെയും സെറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ ഒരു സൈഡിലായിട്ടാണ് വർക്ക് ഏരിയ, ഒരു പുതിയ മോഡലാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. മുകൾ വശത്തും ഇവിടെയും ധാരാളം കബോർഡ് വർക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം 2 സൈഡിലും ഓപ്പണായിട്ട് നമ്മൾ കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയയിലേക്ക് കിടക്കണം. ഇവിടെ സെപ്പറേറ്റ് വാഷ് ഏരിയ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ധാരാളം കബോർഡ് വർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വെറൈറ്റി മോഡലാണ് ഇവിടെ ഈ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകൾ വശത്തും ധാരാളം കബോർഡ് വർക്ക് കൊടുത്തിരിക്കുന്നു. വർക്ക് ഏരിയ നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന ഭാഗമാണ്. എല്ലാ സൈഡിലും ടൈലെല്ലാം പാകിയിട്ടുണ്ട്. 4 ഭാഗത്തും ഫ്രണ്ടിലും ബാക്കിലും 2 സൈഡുകളിലും ധാരാളം ടൈലുകളെല്ലാം പാകി മനോഹരമായ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു കോൾക്കിണറിൻ്റെ ടാങ്കാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബോർവെല്ലിൻ്റെ ഒരു ടാങ്ക്. അത് മോട്ടർ അടിച്ച് നമ്മൾ ഈ ടാങ്കിൽ വെള്ളം സെറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് പൈപ്പ് വഴി മുകൾ വശത്ത് വേറൊരു സെപ്പറേറ്റ് ടാങ്കും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജലം ശുദ്ധീകരിച്ചിട്ടാണ് ഇതിൽ നിന്ന് മുകൾ വശത്തേക്ക് ടാങ്കിലേക്ക് പോകുന്നത്. ഈ ബാക്ക് സൈഡും ധാരാളം ട്രസ് വർക്കൊക്കെ ഫുള്ളായിട്ട്, അതായത് ഒരു 70-80 സ്ക്വയർ ഫീറ്റോളം ബാക്ക് സൈഡിലും ട്രസ് ചെയ്തിട്ടുണ്ട്. അഞ്ച് 300 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 82 ലക്ഷം രൂപയാണ്. വില നമുക്ക് നല്ല രീതിയിൽ തന്നെ നെഗോഷ്യബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. നടത്തറ സെൻറ്ററിനോട് തൊട്ട് ചേർന്നിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മുകൾ വശത്തും വലിയൊരു ഹാളാണ് കൊടുത്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഒരു ഹാള്, വലിയൊരു ഹാള് തന്നെയാണ് മുകൾ വശത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മനോഹരമായ രീതിയിലാണ് ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കാണാം വലിയൊരു ഹാള് തന്നെയാണ് മുകൾ വശത്തും സെറ്റ് ചെയ്തിട്ടുള്ളത്. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 6 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്ക് ആയിട്ടുള്ളത്. അതുപോലെ ബസ് റൂട്ടിൽ നിന്ന് വെറും ഒരു 100-150 മീറ്റർ ദൂരം മാത്രമാണ് ബസ് റൂട്ടിലേക്കും ആയിട്ടുള്ളത്.
മുകൾ വശത്തെ ബെഡ്റൂം 14-12 സൈസൊക്കെയാണ് ബെഡ്റൂമിൻ്റെ അളവ്. ഒരു ബെഡ്റൂം 14-14 വരെ ഉണ്ട്. ഇവിടെയും ചുമരിൻ്റെ ഒരു സൈഡിലായിട്ട് ടെസ്റ്റ് വർക്ക് കളർ പെയിൻറ്റിങ്ങിനോടുകൂടി നല്ല മനോഹരമായ രീതിയിലാണ് ടെസ്റ്റ് വർക്ക് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫോൾ സീലിംഗ് വർക്കും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു 4 പാളി വിൻഡോസും ഇവിടെ ഒരു 3 പാളി വിൻഡോസും കൊടുത്തിരിക്കുന്നു. ഡ്രസ്സിംഗ് യൂണിറ്റോടുകൂടി തന്നെയാണ് എല്ലാ ബെഡ്റൂമുകളിലും അലമാരി വർക്ക് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം. സോളാറിൻ്റെ പൈപ്പും അതുപോലെ ഹീറ്ററിനുള്ള പൈപ്പ്, അതുപോലെ ക്യാമറയ്ക്കുള്ള സിസ്റ്റം എല്ലാം ഈ വീടുകളിലെല്ലാം ആധുനിക രീതിയിലുള്ള മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വടക്കോട്ട് ദർശനമായിട്ട് വാസ്തു വിധിപ്രകാരം തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നാലാമത്തെ ബെഡ്റൂമാണ്. മുകൾ വശത്തെ 4ാമത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് 4 ബെഡ്റൂമും അളവായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കാണാൻ നമുക്ക് ടെസ്റ്റ് വർക്ക് ഒരു സൈഡിലായിട്ട് ടെസ്റ്റ് വർക്ക് കൊടുത്തിരിക്കുന്നത്. അത് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് കളറുകൾ ചേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ടെസ്റ്റ് വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫോൾ സീലിംഗ് വർക്കും ധാരാളം കൊടുത്തിരിക്കുന്നു. LED ബൾബോട് കൂടി തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡിലായിട്ട് കബോർഡ് വർക്ക് കൊടുത്തിരിക്കുന്നു, അലമാരി വർക്ക്. അതിനോട് തൊട്ട് ചേർന്നിട്ട് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. (2300 സ്ക്വയർ ഫീറ്റിലാണ് ഈ 4 ബെഡ്റൂമുള്ള ഈ വീടിൻ്റെ നിർമ്മാണം. 5-300 സെൻറ്റ് സ്ഥലത്ത് 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ വടക്കോട്ട് ദർശനമായിട്ട് ഈ വീടിൻ്റെ നിർമ്മാണം. മുകൾ വശത്തെ ബാൽക്കണിയാണ്. 3-4 പേർക്ക് ഈസി ആയിട്ട് ചെയറിട്ടിരിക്കാവുന്ന സ്പേസ് ഇവിടെ ബാൽക്കണിയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്തുള്ള ബാൽക്കണി ആ ഗ്ലാസിൻ്റെ വർക്കുകളാണ് ഈ കാണുന്നത്. അടുത്തൊക്കെ ധാരാളം വീടുകളുള്ള ഒരു ഏരിയ ആണ്. ആരാധനാലയങ്ങൾക്കൊക്കെ ഇവിടുന്ന് ഒരു 500 മീറ്റർ 600 മീറ്റർ ചുറ്റളവിൽ എല്ലാ ആരാധനാലയങ്ങളും ഇവിടെയുണ്ട്. അതുപോലെ സൂപ്പർ മാർക്കറ്റുകളായാലും ഓട്ടോ സ്റ്റാൻഡ് ആയാലും ബസ് റൂട്ട് ആയാലും സ്കൂളുകളായാലും ഒക്കെ ഒരു 600-700 മീറ്ററിലാണ് എല്ലാം ഉള്ളത്. ഈ വീടിൻ്റെ പ്രത്യേകതയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഈ വീടിൻ്റെ ബാക്ക് സാധാരണ ഓപ്പൺ ടെറസാണ് ഇവിടെ വരിക. ഈ ഭാഗത്താണ് നമുക്ക് ഒരു കാർ പോർച്ച് പോലെയാണ് മുകൾ വശത്ത് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും ഡ്രസ് വർക്കോട് കൂടിയിട്ടില്ല, നല്ല രീതിയിലുള്ള ഡ്രസ് വർക്കോട് കൂടിയാണ് ഒരു കാർ പോർച്ച് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 കാർ കയറി കിടക്കുന്ന സ്പേസ് ഈ മുകൾ വശത്തും ഉണ്ട്. കാരണം ഇവിടുന്ന് മുകൾ വശത്തു നിന്ന് റോഡ് വരുന്ന വഴിയാണിത്. അത് നടത്തുന്ന സെൻറ്ററിൽ നിന്ന് ആ സിഗ്നലിൽ അവിടുന്ന് കയറി വരുന്ന റോഡാണ് ഇവിടേക്ക് കാണുന്നത്. ഈ വീടിൻ്റെ ഷേപ്പ്, അതായത് കെടുപ്പ് അങ്ങനെയാണ്. ഈ സൈഡ് കുറച്ച് ഹൈറ്റിലും അവിടെ വന്നിട്ട് ആ ഭാഗങ്ങളിൽ കുറച്ച് താഴ്ന്ന പ്രദേശത്ത് കുറച്ച് താഴ്ചയാണ്. അതാണ് ഫ്രണ്ട് വശം. അങ്ങനെ മുകൾ വശത്ത് ഈ കാർ പോർച്ചായിട്ട് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള സ്ഥലം നമുക്ക് കിട്ടിയത്. ഇത് കാണാം, റോഡ് കാണാം, വീതി കൂടിയ റോഡ് കാണാം, വണ്ടികളൊക്കെ നിൽക്കുന്നത് കാണാം. നടത്തുന്ന സെൻറ്ററിൽ നിന്ന് വരുന്ന വഴിയാണിത്. ഇവിടെ 2 കാറ് കയറി കിടക്കുന്ന സ്പേസ് ഈ മുകൾ വശത്തായിട്ട് തന്നെയുണ്ട്. ഇവിടെയും സെപ്പറേറ്റ് ഡോറും ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഹാളിൽ നിന്ന് തന്നെയാണ് ഏറ്റവും ടോപ്പിലേക്ക് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇവിടെയും സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മുകൾ വശത്തേക്കുള്ള സ്റ്റെയറാണ് ഒരു സൈഡിലായിട്ട് ഒതുക്കി കൊടുത്തിരിക്കുന്നത്. 5-300 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുള്ള ഈ വീടിന് 82 ലക്ഷം രൂപയാണ് ഉടമ ചോദിക്കുന്ന വില. നെഗോഷ്യബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ.
മുകൾ വശത്തെ ഓപ്പൺ ടെറസാണിത്. ഒരു ഫംഗ്ഷനൊക്കെ നടത്താനുള്ള സ്പേസ് മുകൾ വശത്തായിട്ട് തന്നെയുണ്ട്. അതുപോലെ രാത്രി കാലങ്ങളിൽ ഇവിടെ ഇരിക്കാനും ഇരിപ്പിടമാരെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിൽ ഒരു ഇതാണ്ട എൽ ഷേപ്പിൽ ഇവിടെ ഇരിക്കാനുള്ള സ്പേസും കൊടുത്തിരിക്കുന്നു. വാഷിംഗ് മെഷീനുള്ള പോയിന്റ് മുകൾ വശത്ത് ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ധാരാളം വീടുകളുള്ള ഒരു ഏരിയയിലാണ്, അതായത് ഒരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി പെയിൻറ്റിങ്ങിൻ്റെ ഫൈനൽ വർക്ക് മാത്രമാണ് ഇവിടെ ബാലൻസ് ആയിട്ടുള്ളത്. അതുപോലെ അപ്പോക്സി കുറച്ച് ബാക്കി എല്ലാ വർക്കുകളും വീട്ടിൽ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. തൃശ്ശൂർ ടൗണിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരവും അതുപോലെ നടത്തറ ജംഗ്ഷനിൽ നിന്ന് ആ സിഗ്നലിൽ അവിടെ നിന്ന് വെറും 1 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. 82 ലക്ഷം രൂപയാണ് ഉടമ ഉദ്ദേശിക്കുന്ന വില നല്ല രീതിയിൽ തന്നെ നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ ഞങ്ങളുടെ കൈവശം 35 ലക്ഷം രൂപ മുതൽ 2 കോടി രൂപ വരെയുള്ള വീടുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കണ്ടാൽ നിങ്ങൾക്കത് കാണാവുന്നതേ ഉള്ളൂ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.